നമസ്കാരം, എൻ്റെ പേര് രാജേഷ് എന്നാണ്. എൻ്റെ വൈഫിൻ്റെ പേര് നമിത ഗോപി. ശരിക്കും ഞങ്ങൾ വരുന്നത് ചേർത്തലയിൽ നിന്നാണ്. അപ്പോൾ ശരിക്കും എൻ്റെ മോന് വേണ്ടി ഒരു അഡ്മിഷന് വേണ്ടിയാണ് ഞങ്ങളിപ്പോൾ കോഴിക്കോട് ശ്രീഗോകുലം സെലക്ട് ചെയ്തത്. അതിന് ഒത്തിരി കാര്യങ്ങളുണ്ട്, ഞാനൊന്ന് ഡീറ്റെയിൽ ആയിട്ട് പറയാം. മോൻ്റെ പേര് അനശ്വർ രാജ് എന്നാണ്. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ പുള്ളിക്കാരൻ്റെ ചെറുപ്പം തൊട്ടുള്ള വലിയൊരു ആഗ്രഹമാണ് നീറ്റ് എഴുതുക എന്നുള്ളത്. അപ്പോൾ പാരൻസ് എന്ന നിലയിൽ ഞങ്ങളതിന് സപ്പോർട്ട് ചെയ്തു. ഇടയ്ക്ക് ഞങ്ങൾ മോനോട് ചോദിച്ചു എന്തെങ്കിലും ചേഞ്ചസോ അങ്ങനെ എന്തെങ്കിലും കാര്യങ്ങളോ ഉണ്ടോ എന്നുള്ളത്. പക്ഷേ പുള്ളിക്കാരൻ അതിൽ തന്നെ ഉറച്ചു നിന്നതുകൊണ്ട് ഞങ്ങൾ ഡിസൈഡ് ചെയ്തു നീറ്റ് എഴുതിക്കുക എന്നുള്ളത്. അങ്ങനെ ഞങ്ങൾ പേരെടുത്ത് പറയുന്നില്ല, പ്രമുഖമായിട്ടുള്ള പല ഇൻസ്റ്റിറ്റ്യൂട്ടുമായിട്ട് ഞങ്ങൾ ബന്ധപ്പെടുകയും ഞങ്ങൾ മീഡിയ വഴിയും അല്ലെങ്കിൽ മറ്റുള്ള കാര്യങ്ങളിലൂടെയൊക്കെ ഞങ്ങൾ നോക്കി. പക്ഷെ ഞങ്ങളത് വൺ ഓഫ് ദ ബെസ്റ്റ് ഒരു ഇൻസ്റ്റിറ്റ്യൂട്ടായിട്ട് ഞങ്ങൾക്ക് സെലക്ട് ചെയ്യാൻ പറ്റിയത് സൈലമാണ്. അത് വളരെ ഉറപ്പോടുകൂടി വളരെ കോൺഫിഡൻസോടുകൂടി തന്നെയാണ് പാരൻസ് എന്ന നിലയിൽ ഞങ്ങൾ രണ്ടുപേരും അത് പറയുന്നത്. കാരണം വേറൊന്നുമല്ല, ഞങ്ങളൊരു 2-3 വർഷങ്ങളായിട്ട് ഇത് സെർച്ച് ചെയ്യുമ്പോഴത്തേക്ക് ഞങ്ങൾക്ക് മനസ്സിലായെന്ന് വെച്ച് കഴിഞ്ഞാൽ സൈലം വളരെ ഫ്രണ്ട്ലി ആയിട്ട്, വളരെ സ്ട്രെസ്സും സ്ട്രെയിനും ഒന്നുമില്ലാതെ വളരെ സപ്പോർട്ടീവായിട്ട് കുട്ടികളെ പഠിപ്പിക്കുന്നു. അവിടെ നിന്ന് പഠിച്ചു പോകുന്ന കുട്ടികൾ വളരെ നല്ലൊരു ഉയർന്ന പൊസിഷനിലേക്ക് പോകുന്നു. 100% തന്നെ അവർക്ക് വിജയം കരസ്ഥമാക്കാനായിട്ടും അവിടെ അതിൻ്റെ പുറകിൽ വർക്ക് ചെയ്യുന്ന എല്ലാ അധ്യാപകരും വളരെ ഹാർഡ് വർക്ക് ചെയ്യുന്നതായിട്ട് നമുക്ക് നേരിലും അല്ലാതെയും നമുക്ക് ബോധ്യപ്പെടുകയുണ്ടായി. അതിന് പ്രകാരമാണ് ഞങ്ങൾ സൈലം സെലക്ട് ചെയ്യുന്നത്. ചേർത്തലയിൽ നിന്നും കോഴിക്കോടിലേക്ക് ഞങ്ങൾ ഈ ശ്രീഗോകുലം എന്ന് പറയുന്ന സ്കൂള് സെലക്ട് ചെയ്തത് തന്നെ ഇവിടെ ഞങ്ങൾ നേരത്തെ 1-2 പ്രാവശ്യം വരികയും വന്നത് ഞങ്ങൾ ഇവിടുത്തെ കാര്യങ്ങളെല്ലാം സ്റ്റഡി ചെയ്യും. കൂടാതെ തന്നെ ഇവിടുത്തെ ഹോസ്റ്റൽ ഫെസിലിറ്റി, സ്കൂളിൻ്റെ മറ്റുള്ള കാര്യങ്ങൾ, നമ്മളിവിടുത്തെ ടീച്ചിങ്, എല്ലാ കാര്യങ്ങളും വളരെ വളരെ ശ്രദ്ധയോടുകൂടി തന്നെ പാരൻസ് എന്ന നിലയിൽ ഞങ്ങളത് മനസ്സിലാക്കിയതിന് ശേഷമാണ് ഇവിടെ ഞങ്ങൾ സെലക്ട് ചെയ്തത്. പക്ഷേ ഞങ്ങൾക്ക് വളരെയധികം കോൺഫിഡൻസാണ്. ഇന്ന് ഈ സ്റ്റുഡൻസ് ആൻഡ് പാരൻസ് മീറ്റിൽ ഞങ്ങളിവിടെ 10 മണിക്ക് വന്ന് ഒരു 1:30 വരെ ഞങ്ങളിവിടെ ക്ലാസ് കണ്ടക്ട് ചെയ്യുമ്പോഴത്തേക്ക് ഞങ്ങൾക്ക് വളരെയധികം കോൺഫിഡൻസ് കൂടുകയാണ് ചെയ്തത്. കാരണം ഇവിടെ ഞങ്ങൾക്ക് ഇന്ന് ഇവിടെ വന്നപ്പോഴത്തേക്ക് ഈ ഒരു അഡ്വൈസ് അല്ലെങ്കിൽ ഇവിടെ ഒരു ക്ലാസ് എടുത്ത മുഴുവൻ അധ്യാപകരും, പേര് വളരെ വ്യക്തമല്ലാത്തത് കൊണ്ടാണ് പറയാത്തത്, പക്ഷേ ഇവിടെ എടുത്ത ഈച്ച് ആൻഡ് എവരി വൺ ടീച്ചേഴ്സും അവർ നൽകുന്ന ഒരു കോൺഫിഡൻസ് തന്നെ ഞങ്ങളുടെ അല്ലെങ്കിൽ എൻ്റെ മോന് അല്ലെങ്കിൽ ഇവിടെ വരുന്ന എല്ലാ കുട്ടികൾക്കും ഇനി ഫ്യൂച്ചറിലേക്ക് വളരെയധികം അത് ഈ രീതിയിൽ തന്നെയാണല്ലോ ക്ലാസ് എടുക്കുന്നുള്ള ആ ഒരു സന്തോഷം കൂടി തോന്നിയപ്പോഴത്തേക്ക് ഞങ്ങൾ തിരഞ്ഞെടുത്ത സ്കൂളും സൈലവും ഞങ്ങൾക്ക് തെറ്റിയില്ല എന്ന് ഞങ്ങൾക്ക് ബോധ്യപ്പെട്ടു. ഞങ്ങൾ വളരെയധികം ഹാപ്പിയാണ്. പാരൻ്റ് എന്ന നിലയിൽ എൻ്റെ മോന് വേണ്ടി അടുത്ത 10th കഴിഞ്ഞ് കഴിഞ്ഞാൽ ഈ ഇൻ്റഗ്രേറ്റഡ് ആയിട്ട് +1 +2 പ്ലസ് നമ്മളുടെ നീറ്റ് ഈ കോച്ചിങ്ങിന് വേണ്ടി തിരഞ്ഞെടുത്തത് ഞങ്ങൾക്ക് തെറ്റിയില്ല എന്ന ഒരു ആത്മബോധത്തോടും ദൃഢനിശ്ചയത്തോടും കൂടിയാണ് ഞങ്ങളിവിടെ നിന്ന് തൽക്കാലത്തേക്ക് ഇപ്പോൾ ഇവിടെ നിന്ന് ഇറങ്ങുന്നത്. ഇനിയും ഈ ഓരോ ഞങ്ങളുടെ പാരൻസിൻ്റെ ഈ അകമഴിഞ്ഞ സപ്പോർട്ടും അതിനുപരിയായിട്ട് ഞങ്ങളുടെ ഈ മെസ്സേജുകൾ ആത്മാർത്ഥമായിട്ട് നെഞ്ചിൽ നിന്ന് പറയുന്ന മെസ്സേജുകൾ കൊണ്ട് ധാരാളം കുട്ടികൾക്ക് ഇവിടെ വന്ന് പഠിച്ച് ഉയർന്ന് നല്ല പൊസിഷനിലേക്ക് പോകാനായിട്ട് പറ്റട്ടെ. ഞാൻ എൻ്റെ വൈഫിനും കൂടി ഞാൻ കൊടുക്കുകയാണ്. കാരണം വേറൊന്നുമല്ല, ഞാൻ ജോലിയുള്ളത് കൊണ്ട് വൈഫും ബിസിനസ്സാണ്. പക്ഷേ പുള്ളിക്കാരത്തിയാണ് ഇതിൻ്റെ എല്ലാ കാര്യങ്ങളും സെലക്ട് ചെയ്യുന്നത്. അദ്ദേഹം പറയുന്ന ആൾ പറയുന്ന ആ ഒരു ഇതിലേക്ക് ഞാൻ പിന്നീട് എന്നോട് എല്ലാ കാര്യങ്ങളും ആൾ എക്സ്പ്ലെയിൻ ചെയ്ത് തരികയാണ് ചെയ്യുന്നത് തിരക്ക് കാരണം. പക്ഷേ എനിക്ക് തോന്നണം എന്നേലും കുറച്ചുകൂടി നല്ല രീതിയിൽ ആൾക്ക് ചിലപ്പോൾ ശൈലത്തെക്കുറിച്ച് സംസാരിക്കാനായിട്ട് പറ്റുമെന്നുള്ളതാണ് എൻ്റെ വിശ്വാസം. ഞാൻ എന്തായാലും ആൾക്ക് ഒന്ന് മൈക്ക് കൈമാറുകയാണ്. ഞാൻ പല ഇൻ്റഗ്രേറ്റഡ് ആയിട്ടുള്ള സ്കൂളും മറ്റ് ഇതുമൊക്കെ സെലക്ട് ചെയ്തതിൽ നിന്ന് എനിക്ക് മനസ്സിലായതെന്ന് പറഞ്ഞാൽ മറ്റുള്ളിടത്ത് എല്ലായിടത്തും ഭയങ്കര സ്ട്രെസ്സും സ്ട്രെയിനും ഒക്കെയാണ് പിള്ളേർക്ക്. അപ്പോൾ അത് കണ്ടിന്യൂ ചെയ്ത് പോകാൻ പറ്റാതെ കുട്ടികൾ ഇട്ടിട്ട് പോകുന്നതായിട്ടാണ് മനസ്സിലായത്. വളരെ ഫേമസ് ആയിട്ടുള്ള പല കോച്ചിങ് സെൻറ്ററുകളുണ്ട്. നമുക്ക് നമ്മുടെ അടുത്ത് തന്നെ കുറച്ചുകൂടി ഫേമസ് ആയിട്ടുള്ള കോളേജുകളൊക്കെ ഉണ്ട്.
പക്ഷേ അത് വെച്ച് ഞാൻ മനസ്സിലാക്കിയെടുത്തോളം സൈല അങ്ങനെയല്ല. +1 +2 തന്നെ കോച്ചിങ്ങും അവർക്ക് സപ്പോർട്ടീവായ രീതിയിൽ പോകാവുന്ന ഒരു സ്റ്റഡി പാറ്റേണാണ് അവർ ഉപയോഗിച്ച് വരുന്നതെന്നാണ് എനിക്ക് മനസ്സിലാക്കാൻ പറ്റിയത്. മാനസികമായിട്ടും അവർക്ക് അങ്ങനെ ഒരു പിന്തുണ കൊടുക്കുന്നത്. മറ്റുള്ളിടത്ത് അങ്ങനെയല്ല, പഠിക്കുന്നവർ മാത്രം രക്ഷപ്പെട്ടു പോകുന്നു, അവർക്ക് അങ്ങനെ ഒരു മാനസിക പിന്തുണ കിട്ടുന്നില്ല. സ്ട്രെസ്സും സ്ട്രെയിനും കൊണ്ട് പിള്ളേർ ഇട്ടിട്ട് പോകുന്നതായിട്ടാണ് മനസ്സിലാക്കുന്നത്. അപ്പം അതിൽ നിന്നും എനിക്ക് ഇന്ന് വന്ന ക്ലാസ്സിൽ നിന്നും മനസ്സിലാക്കാൻ പറ്റിയത് കുറച്ചുകൂടി അവർ സപ്പോർട്ടീവാണ്. ഞാൻ മനസ്സിലാക്കിയതിൽ നിന്നും കുറച്ചുകൂടി സപ്പോർട്ടീവായിട്ടുള്ള ഒരു പാറ്റേണാണ് ഇവർക്കുള്ളതെന്നാണ്. അത്രയാണ് എനിക്ക് പറയാനുള്ളത്.